ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ പ്രേക്ഷകരുടെ സ്നേഹം അറിഞ്ഞ് പൊട്ടിക്കരയുന്ന അനുമോളെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാമത്തെ ഫാമിലിയായിട്ട് അനുമോളുടെ അമ്മയും സഹോദരിയാണ് എത്തിയത്. അനുമോളുടെ അമ്മയ്ക്ക് ഒന്നേ അനുമോളോട് പറയാനുള്ളൂ, എന്തിനിങ്ങനെ കരയുന്നേ, കരയേണ്ട ആവശ്യം തിരിക്കുന്നു, നമ്മളെല്ലാം ഹാപ്പി ആയിട്ടായിരിക്കുന്നത്, നീ കരയുമ്പോഴാണ് ഞങ്ങൾ കരയുന്നതെന്ന്. മറ്റൊരു കാര്യം കൂടി അമ്മ കൂട്ടിച്ചേർത്തു, ഇത് എന്തെല്ലാം കഴിഞ്ഞു വന്നാണ് മോളെ നീ, അപ്പോഴൊക്കെ നീ പിടിച്ചു നിന്നില്ലേ, പിന്നെയാണോ ഇതെന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട്, വേണ്ട അമ്മ അത് മിണ്ടാണ്ടിരിക്കുക, അതൊന്നും പറയണ്ടെന്ന്. കരയാൻ തോന്നുമ്പോൾ നീ കരയേ, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക, അടി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ അടി ഉണ്ടാക്കുക, അങ്ങനെയല്ല വേണ്ടത്. അതാണ് ബിഗ് ബോസ് വിടുന്നത്. അതെ, അത് തന്നെയാണ് ബിഗ് ബോസ് വിടുന്നത്. നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. അടി ഉണ്ടാക്കാൻ തോന്നിയാൽ അടി ഉണ്ടാക്കണം, കരയാൻ തോന്നിയാൽ കരയണം, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം. അനുമോൾ ഇത്ര നാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് വീട്ടിലെന്ന് പൊതുവേ ഒരു ചർച്ചയുണ്ട്, വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും. എന്നാൽ യാഥാർത്ഥ്യത്തിൽ എന്താണ്, അമ്മയുടെ മുന്നിൽ അഭിനയിക്കേണ്ട ആവശ്യം അനുമോൾക്കുണ്ടോ? ഒരിക്കലുമില്ല. അമ്മയുടെ മുന്നിൽ പോലും അനുമോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അനുമോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതിപ്പോൾ തെളിയിച്ചുകൊണ്ട് ബിഗ് ബോസ് ഇപ്പോൾ അനുമോളെയോ അമ്മയോ മാത്രമാണ് കേട്ടോ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനയം എന്ന് പറയുന്നത് അനുമോളുടെ ജോലിയാണ്. ഒരുപക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് അല്ലെങ്കിൽ അമ്മ ഗസ്റ്റായിട്ട് വരുമ്പോൾ അനുമോൾക്ക് അമ്മയുടെ മുന്നിൽ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പുറത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നറിഞ്ഞപ്പോൾ മുകളിൽ നോക്കി കരയാണ്, അതിനും കരയുന്നു. അതൊരു പക്ഷേ സന്തോഷ കണ്ണീരായിരിക്കാം, സന്തോഷവും സങ്കടവും ഒക്കെ വരുമ്പോൾ കരയുന്നു. അത് ഓരോരുത്തരുടെ സ്വഭാവമായിരിക്കാം. അതിൻ്റെ ഇടയിൽ അനുമോൾ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെയല്ലേ എന്ന്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെന്ന് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്. നെഗറ്റീവ് സപ്പോർട്ട് എല്ലാന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, ചെറുതായിട്ട് ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. പലർക്കും പല രീതിയിലാണ്. പോസിറ്റീവായിട്ട് പുറത്ത് നിൽക്കുന്നവർ പോസിറ്റീവായിട്ട് പറയുന്നു, നെഗറ്റീവായിട്ട് നിൽക്കുന്നവർ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ആര്യന് മാത്രമാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും കിട്ടാതിരുന്നത്. ആര്യൻ്റെ ബ്രദർ ആണെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നീ ഏട്ടാ നീ പുറത്തെ കാര്യമൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയാൻ പോയ അമ്മയെ പോലെ വിലക്കുന്നതായിരുന്നു. പക്ഷെ അമ്മ ആരും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആര്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആര്യൻ ജിസേലുമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ബിഗ് ബോസ് എടുത്ത് ഇടക്കിടക്ക് വിളിച്ച് പറയുന്നുണ്ട്. 2 ആഴ്ചയായിട്ട് അനുമോൾ കുറച്ച് ഡൗൺ ആയിരുന്നു. ഇനി അനുമോൾ നന്നായി കളിക്കുന്നതെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ അനുമോൾ കളിക്കട്ടെ. നമുക്ക് കളികൾ കാണാം, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലായിരിക്കും ഉണ്ടാവുക. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.